ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ആദീസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ കുറേ നാളിന് ശേഷം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതും മൗനരാഗത്തിൻ്റെ ഷൂട്ടിംഗ് റുട്ടീൻ എങ്ങനെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവാണ്. സോ ഇപ്പോൾ മണി 8:15. ഞാൻ രാവിലെ എണീറ്റ് പല്ലിയിച്ച് കുഞ്ഞിനെ താഴെ കൊണ്ട് കൊടുത്തു. അവനെ വാക്സിനേഷൻ എടുത്തിട്ട് 2 കാലിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ പല്ലൊക്കെ തേപ്പിച്ച് താഴെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വന്നത് ഇപ്പോൾ വീഡിയോ എടുക്കുവാണ്. ഇനി ഞാൻ കുളിച്ച് റെഡിയാവാൻ പോവാം. സമയം 8:15. ഓക്കെ, ബാക്കി നമുക്ക് ലൊക്കേഷൻ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ എന്താണ് റുട്ടീൻ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഗൈസ്, ഞാൻ റെഡിയായി ലൊക്കേഷനിലോട്ട് പോകാൻ പെട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ സമയം കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് കഴിച്ചിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ എന്താ പറയുക, അവിടെ ചെന്നിട്ട് ഇനി മേക്കപ്പ് ചെയ്യണം. ഇനി അവിടെ നിന്ന് ഫുഡ് കഴിക്കലുണ്ടാവില്ല. ഞാൻ ഇന്ന് പൂരിയും കൂടെയാണ്. അപ്പോൾ എനിക്ക് കൊതി ആയതുകൊണ്ട് എനിക്ക് പൂരി വന്ന പാടെ തന്നെ ഞാൻ പകുതി പൂരി കടിച്ചു കഴിച്ചായിരുന്നു. കറി ആയിട്ടില്ല, വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചു. പൂരി മാത്രമായിട്ട് എനിക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിക്കും. അപ്പം ഈ ഒരു ഗ്യാപ്പിൽ ആക്ച്വലി എനിക്ക് കുറേ ആൾക്കാരുടെ മെസ്സേജസിന് റിപ്ലൈ തരണമെന്നുണ്ട്. അതായത് ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും എനിക്ക് ഒരുപാട് DMs വരാറുണ്ട്. എങ്ങനെയാണ് മെലിഞ്ഞത്, സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഹെയർ കെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം. അപ്പം നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ മുടി വെട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു 4 to 5 മാസമേ ആയിട്ടുള്ളൂ. ഇത്രയായിരുന്നു എൻ്റെ ഹെയർ, ഇത്രയായിരുന്നു. അതിൽ നിന്ന് ഇത്രയായി. ഞാൻ ഭീകര ലെങ്ത് വന്നു എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു 4 months ടൈമിൽ ഇത്രയും ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്, നമുക്ക് ഫേസ് കെയറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കുറേ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പം ഇൻഡിവിജ്വലി ഓരോ ആൾക്കാർക്ക് എനിക്ക് മെസ്സേജിന് റിപ്ലൈ ചെയ്ത് ഇന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കൂ, അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള മെസ്സേജുകൾക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് അപ്പം ഉത്തരം തരാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി എനിക്ക് ആ ഒരു കാര്യം പറയാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമായിരുന്നു. അതായത് ദർ ഇസ് എ പ്ലാറ്റ്ഫോം കോൾഡ് ഫ്ലക്സ് സ്റ്റോർ. ഓക്കെ, ഫ്ലക്സ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങുന്നതിന് മുമ്പേ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യമോ ഒന്നും അല്ല കേട്ടോ. ഈ ഫ്ലക്സ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്നെ പോലത്തെ ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിന് അവരുടെ ആ പ്ലാറ്റ്ഫോമിൽ കയറി രജിസ്റ്റർ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പ്രോഡക്ട്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് ഉള്ള പ്രോഡക്ട്സിന് നമുക്ക് ജെന്യൂൻ ആയിട്ട് അവിടെ നമുക്ക് റിവ്യൂ കൊടുക്കാം. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റോർ ഉണ്ടാവും, അതിനകത്ത് ആതിര എന്ന് പറഞ്ഞ ഒരു സ്റ്റോർ ഉണ്ടാവും. അതിൽ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് തോന്നുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് ജെന്യൂൻ ആയിട്ട് ഞാൻ ഇട്ടിരിക്കും. ഞാൻ പറഞ്ഞാലും ഇതൊരു പെയ്ഡ് സംഭവം അല്ല. അതായത് നമുക്ക് പൈസ തന്ന് നമ്മളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുകയല്ല. നമ്മൾ ശരിക്കും ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കൊള്ളാമെങ്കിൽ, നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ അവിടെ റിവ്യൂ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതായത് നല്ല നല്ല റിസൾട്ടുകൾ നമുക്ക് തരുന്ന കുറേ അധികം പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഡിവിജ്വലി ഓരോ ആൾക്കാരുടെ അടുത്ത് ഈ കാര്യം പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇന്നിപ്പം എനിക്ക് തോന്നി ഈ വീഡിയോയിൽ അതൊരു റൈറ്റ് കാര്യമായിരിക്കും എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഈ ഫ്ലക്സ് സ്റ്റോറിൽ പോകാനുള്ള ഒരു ലിങ്കും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് മൈ സ്റ്റോർ, എൻ്റെ സ്റ്റോറിൽ കയറിയാൽ ഞാൻ ഉപയോഗിച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആയി റിവ്യൂ കൊടുത്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ബേസിക്കലി അബൌട്ട് നമ്മുടെ ഫ്ലക്സ് സ്റ്റോർ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബ്രേക്ക്ഫാസ്റ്റ് ഫുൾ കഴിച്ചതിന് ശേഷം എനിക്ക് വണ്ടി ഓടിച്ച് ലൊക്കേഷൻ വരെ പോകണം. ഇന്നത് നമ്മുടെ ലൊക്കേഷൻ ARS സ്റ്റുഡിയോ ആണ്, വട്ടിയൂർക്കാവ്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ എന്താ പറയുക, ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കഴിക്കുക. എൻ്റെ മൾട്ടി വൈറ്റമിൻസും ഫിഷ് ഓയിൽ ഗുളികയും ഇതൊക്കെ ഞാൻ കഴിക്കും. അത് കഴിക്കുക, ഇവിടെ നിന്ന് പോകാത്രേ ഉള്ളൂ. ഇത് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ 3ാമത്തെ ബോട്ടിലാണ്. സ്വിസ്സിയുടെ നമ്മുടെ ഫിഷ് ഓയിൽ ഗുളിക കഴിച്ചിരിക്കും. മുടിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലത് വൈറ്റമിൻ ഡി. നമുക്ക് ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ വൈറ്റമിൻ ഡിയും ഫിഷ് ഓയിലും ഒക്കെ ഉള്ള ടാബ്ലറ്റ്സ് കഴിക്കുന്നതാണ്. അപ്പോൾ സ്വിസ്സിയുടേത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. എൻ്റെ ഇതൊക്കെ ഇത് ഓൾമോസ്റ്റ് പകുതി കൂടുതലായി കഴിയാറായി.
ഡെയിലി ഞാൻ എവിടെ പോവാണെങ്കിലും ഞാൻ ഈ ഐറ്റം കഴിച്ചിട്ട് പോകും. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഇപ്പം അടുത്ത് സ്വിസിയുടെ ഇതിനെനിക്ക് നല്ലൊരു റിസൾട്ട് ആയതുകൊണ്ട് ഞാൻ അവരുടെ ബയോട്ടിൻ കൂടെ വായിച്ചിട്ടുണ്ട് കേട്ടോ. സ്വിസിയുടെ ബയോട്ടിൻ ടാബ്ലറ്റ്സ് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. നമ്മൾ എടുക്കുന്ന കംപ്ലീറ്റ് മീലിൽ നമുക്ക് നമ്മുടെ ഹെയറിനും ബോഡിക്കും ഒക്കെ ആവശ്യമുള്ള എന്താ പറയുക ഡെഫിഷ്യൻസീസ് നമുക്ക് ഉണ്ടാവും. അതിനാവശ്യമുള്ള വൈറ്റമിൻസും കാര്യങ്ങളും നമ്മൾ ഈ എടുക്കുന്ന ഫുഡിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും എത്താൻ പോകുന്നില്ല. നമ്മൾ പ്രോഡക്ട്സുകൾ പലതും ഉപയോഗിച്ച് ഇപ്പോൾ ഫേസ് ക്രീമും സൺസ്ക്രീനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചാലും നമ്മുടെ അകത്ത് പോകുന്നതും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പുറത്തേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും. സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഏറ്റവും പ്രധാനമായി ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് നമ്മുടെ ബയോട്ടിൻ. സോ ഈ ബയോട്ടിനിൽ അടങ്ങിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ സ്വിസിയുടെ നമ്മുടെ ബയോട്ടിൻ സപ്ലിമെൻറ്റ് ഇതാണ് കേട്ടോ. ഇതിൽ 100% പ്യുവർ ബയോട്ടിൻ ആണ്. അതായത് പ്ലാന്റ് എക്സ്ട്രാക്റ്റും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. 40 mcg ഓഫ് ബയോട്ടിൻ അതിനകത്തുണ്ട്. ബയോട്ടിൻ ഇസ് ഓൾസോ നോൺ ആസ് വൈറ്റമിൻ H or B7. അപ്പോൾ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യത്തില്ല. സോ ഡെയിലി ഇൻടേക്ക് ഇസ് മസ്റ്റ് ഫോർ അവോയ്ഡിങ് ഡെഫിഷ്യൻസീസ്. ബയോട്ടിൻ ഡെഫിഷ്യൻസി നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, ഫറ്റീഗ് ഉണ്ടാക്കും, സ്കിൻ ഇഷ്യൂസ് ഉണ്ടാക്കും, മുടി ലോസ് ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ബയോട്ടിൻ നമുക്ക് ആവശ്യമാണ്. സോ സ്വിസിയുടെ ബയോട്ടിൻ ഞാൻ 100% നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും കേട്ടോ. അടിപൊളിയാണ്. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഫിനിഷ് ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ബയോട്ടിൻ കൊളാജൻ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നു, ഫിഷ് ഓയിൽ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നു, സ്ഥലം വിടുന്നു. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കേട്ടോ. അപ്പോൾ സ്വിസിയുടെ ഈ ബയോട്ടിൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് കഴിക്കുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു കൊളാജൻ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ എക്സ്റ്റേണലി നമ്മൾ പോയിട്ട് ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ എന്തുകൊണ്ടും ഇതാണ്. നമ്മളിത് എടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ സ്വിസിയുടെ ഈ കൊളാജൻ ടാബ്ലറ്റ്സ് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്ലഡ് സ്റ്റോറിൻ്റെ അവരുടെ അടുത്തുനിന്ന് എൻ്റെ മൈ സ്റ്റോറിലേക്ക് പോകാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ബയോട്ടിൻ കഴിച്ചിട്ട് പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് വണ്ടി ഓടിച്ച് പോട്ടെ. ഓക്കെ. അങ്ങനെ ലൊക്കേഷനിലെത്തി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഉച്ച വരെ പോസ്റ്റായിരുന്നു, സീനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഇങ്ങനെ ചുമ്മാ ചില്ലറ പരിപാടി സംസാരമൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷമുള്ളൊരു കോടതി സീനാണ് ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോണി കയറിയില്ലേ പേപ്പർ ഉണ്ടെങ്കിൽ കൂടെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു കൊച്ചു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും ഐഷും പ്രതിക്കയും കൂടി ഓടി ഒരു റീൽ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടി അകത്ത് പോകുന്നതാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ കൂടെ ക്യാമറ വീണ്ടും ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഇന്നെന്താ ചേട്ടാ ഇതെന്താന്ന് പറഞ്ഞതാ? എന്ത് കേക്ക്? ദിൽകുഷ്. താങ്ക് യു. അങ്ങനെ വൈകിട്ടത്തെ നമ്മുടെ ബ്രേക്ക് ആയിരിക്കുവാണ്. ഹായ്. ഇവിടെ ഇവിടെ ആക്ച്വലി ഭയങ്കര മഴയാണ്. അതെ, അതാണ്. കോടതി സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. അപ്പോൾ പതിയെ വൈകിട്ടിൽ നിന്ന് രാത്രിയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ടയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്നാക്കൊക്കെ കഴിച്ച് അങ്ങനെ കളിച്ചിരിച്ചിരിക്കുന്നൊരു സമയം. ഒന്നും കാണാൻ പറ്റുന്നില്ല. കഴിച്ചോ? എന്താ കഴിച്ചേ? വീണ്ടും ചേട്ടൻ വേണോ ചോദിച്ചാ പിന്നെ രണ്ടാമത്തത്. ഈ ക്യാമറ പിടിച്ച് ഒന്നാമത് കഴിച്ചു പോയിരുന്നില്ല. ചിമ്മണ്ടി വന്നു. ചിമ്മണ്ടി
ഇന്നത്തെ ഷൂട്ട് നമുക്ക് ലേറ്റ് നൈറ്റ് ആവും. നമുക്ക് എന്തായാലും ഇന്നൊരു 2 മണി വരെ എന്തെങ്കിലും പോവായിരിക്കും ഷൂട്ട്. അതുകൊണ്ട് പിന്നെ വയറ് വിശന്നിരിക്കണ്ടല്ലോ. കഴിച്ചോ കട്ട് ചെയ്തോ. അങ്ങനെ ഷൂട്ട് എടുത്തെടുത്ത് ഒരുപാട് സമയമായി. ഞങ്ങൾ ഇടവേളകൾ ആനന്ദകരമാക്കാനായി ഞാനും ഐഷും കൂടിയിട്ട് ഇരുന്ന് ടങ് ട്വിസ്റ്ററൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിരുന്ന് കളിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത്. അതാണ് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി പറയില്ല. എന്താണ് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ ലോറി പോലൊരു ലോറി സൈക്കിൾ റാലി. സൈക്കിൾ റാലി. സൈക്കിൾ റാലി ലോറി റാലി. ലോറി ലോറി റാലി. റാലി എന്ന് വെച്ചാ கூட்டமா சேர்ந்து இப்படியே போயிட்டு இருக்கும். സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ പോലല്ല, സൈക്കിൾ റാലി. പോലൊരു ലോറി റാലി. ലോറിയല്ല, ലോറിയല്ല, ലോറി. സൈക്കിൾ റാലി പോലൊരു സൈക്കിൾ റാലി പോലൊരു ലാറിയല്ല. പോയി 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 സൈക്കിൾ സൈക്കിൾ റാലി പോലൊരു സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. കറക്റ്റ്. സൈക്കിൾ ലോറി இது யாரு தச்ச செஞ்சு எங்க சட்டை எங்க தாத்தா தச்ச சட்டை அந்த மாதிரி மலையாளத்துல இருக்கு. ഇത് ആര് തച്ച സഞ്ചി? തച്ചൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച സഞ്ചി? ഇതാര് തച്ച സഞ്ചി? അച്ഛൻ ചന്തയിൽ തച്ച സഞ്ചി. ഇത് യാർ തച്ച സഞ്ചി? ഇത് യാർ തച്ച സഞ്ചി? ചന്തയിൽ തച്ച സഞ്ചി. സഞ്ചി ഒരിക്കൽ കൂടെ. ഇതാര് തച്ച സഞ്ചി? ഇത് വേറെ ഇത് യാര് തച്ച സഞ്ചി? ഇത് യാര് തച്ച സഞ്ചി? എന്റെ ആദ്യം ചന്തയിൽ തച്ച സഞ്ചി. തച്ച யார் தச்ச சஞ்சி? இது யார் தச்ச சஞ்சி? எங்க அച്ഛൻ ചന്തയിൽ തച്ച സഞ്ചി. പച്ചത്തത്ത പച്ചത്തത്ത 10 പച്ചത്തത്ത ചത്തൊന്ന് കുത്തിയിരുന്നു. 10 ചത്ത് കുത്തി. 10 പച്ചത്തത്ത 10 പച്ചത്തത്ത ചത്ത് കുത്തി ഒത്തിരുന്നു. പച്ച പുല്ലിൽ ഒത്തുകൊത്തി ചത്തിരുന്നു. ഇത് നമുക്കറിയാം. 10 പച്ചത്തത്ത പച്ച പുല്ലിൽ ഒത്തുകുത്തിയിരുന്നു. പച്ചത്തത്ത ചത്ത് ഒത്തുകുത്തിയിരുന്നു. 10 പച്ചത്തത്ത ചത്ത് ഒത്തുകുത്തിയിരുന്നു. പെട്ടെന്ന് പഠിക്കുന്നത് ഞങ്ങളൊരു മലയാളം തമിഴ് അക്ഷരമാല ഇറക്കിയല്ലോ. ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വായിച്ച് ഞങ്ങളെ സഹായിക്കണം. അതെ, നീ പറയും. ഇന്ദുക്കുളം
ഐഷു ഒരു ടങ്സ്റ്റ് പറഞ്ഞു കൊടുത്ത് മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ എന്ത്? മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിലല്ല, മസ്തിഷ്കം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പ്രളയം പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പ്രളയം. മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ചെടി പൂരലരുത്. ചെടി പൂരലരുത്. ചെടി പുറലരുത്. പുലരുത് പുരലരുത്. പുരലരുത്. ചെടി പുറലരുത്. അടിപൊളി. ശരി, നമ്മുടെ കുട്ടിക്ക് പോയാലോ? കുന്തിദേവി കുണ്ടിലിരുന്ന് കിണ്ടി കലങ്ങി. കുണ്ടിയിൽ വീഴുന്നു കുന്തിദേവി കണ്ടില്ല. പഠിച്ച് സെറ്റ്. അടിപൊളി. അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഇവരുടെ ആരുടെ കഴിഞ്ഞിട്ടില്ല, എന്റെ കഴിഞ്ഞു. ഇപ്പൊ 12 മണി ആവാൻ പോകുന്നത്, ഞാൻ വീട്ടിൽ പോകാൻ പോകുന്നത്. അപ്പൊ ഹാപ്പി ഇനിയിപ്പോ നെക്സ്റ്റ് കാണാണ്. ബൈ 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 ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മുടെ ഇവിടെ വന്നിരിക്കണം. അപ്പൊ ശരി, ഐഷു ഞാൻ പഠിപ്പിച്ചതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കിണ്ടിയിലടി കുന്തി. ബൈ. എല്ലാവരുടെയും ഭയമുണ്ട്. നീ ലിപ്സ്റ്റിക് കൊണ്ട് ഇതിൽ ഉമ്മ കൊടുക്കും ലാസ്റ്റ്. ആ, അത് നല്ല ഐഡിയ ആണ്. വാ, ഒരു ഉമ്മ കൊടു. അടുത്ത വീഡിയോ തുടങ്ങുമ്പോ ഉമ്മയെ നല്ല ഐഡിയ ആയിരുന്നു, നല്ല ഐഡിയ ആയിരുന്നു. വാ 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 വാ. കല്യാണം ഇതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കണ എന്തോ. യൂട്യൂബ് ചാനൽ ഇല്ലാത്ത നന്നായി. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.